എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങൾക്ക് സമാധാനവും അഭയവും നൽകും. സമാധാനവും സുരക്ഷിതത്വവും. ധൈര്യമായിരിക്കുക. My precious friend, on August 15th, the Independence Day of our beloved land, we're going to pray as a family for you to receive miracles. This is going to come to you in English and Hindi. August 15th, 11 o'clock in the morning. Save the date in your calendar. Join the lakhs of people as the Dinakarans pray for you on the Jesus Calls YouTube channel. യെരമ്യാവ് 46:27 പ്രകാരം കർത്താവ് പറയുന്നു, മകളെ, നീ ഭയപ്പെടേണ്ട. മകനെ, നീ ഭയപ്പെടേണ്ട. നീ വിഷമിക്കണ്ട. ഇതാ, ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസദേശങ്ങളിൽ നിന്നും വിടുവിച്ച് രക്ഷിക്കും, രക്ഷിക്കും, രക്ഷിക്കും. നീ ഭയപ്പെടേണ്ട. ഞാൻ നിനക്ക് സമാധാനവും അഭയവും നൽകും. കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു. യോഹന്നാൻ 14:27 ഇപ്രകാരം പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. സങ്കീർത്തനം 147:14 നിന്റെ അതിരുകളിലെല്ലാം ഞാൻ സമാധാനം കൽപ്പിക്കും. ചെയ്യുന്നതെല്ലാം സമാധാനം. നിനക്കുള്ള എല്ലാറ്റിലും സമാധാനം. ആർക്കും ഒന്നും തട്ടിയെടുക്കാൻ കഴിയാത്ത വിധം സമാധാനത്തിൻ്റെ വേലി ഞാൻ നിനക്ക് ചുറ്റും വയ്ക്കുന്നു. ഫിലിപ്പിയർ 4:6-7 പ്രകാരം നീ പ്രാർത്ഥിക്കുമ്പോൾ, ഉത്കണ്ഠപ്പെടാതെ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഞാൻ നിനക്ക് കൽപ്പിക്കും. മറുപടി സമാധാനമായി വരും. യെശയ്യാവ് 54:13 പ്രകാരം നിന്റെ മക്കൾ സമാധാനത്താൽ നിറഞ്ഞിരിക്കും. അവരുടെ സമാധാനം വലുതായിരിക്കും. ഞാൻ നിങ്ങളുടെ മക്കൾക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഈ ഭാഗ്യം കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകട്ടെ. അതോടൊപ്പം തന്നെ അഭയവും നൽകും. സങ്കീർത്തനം 46:1 നാം വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതമാണ്. കർത്താവ് നിങ്ങളെ തൻ്റെ ചേർത്തുപിടിക്കലിൽ സൂക്ഷിക്കും. നിങ്ങളെ ഉയർത്തിപ്പിടിക്കും. ആർക്കും നിങ്ങളെ തട്ടിയെടുക്കാൻ കഴിയാത്ത വിധം ഉയർത്തി നിർത്തും. സദൃശവാക്യങ്ങൾ 18:10 നാം വായിക്കുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് സുരക്ഷിതനായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഓടിച്ചെന്ന് സുഖമായിരിക്കാനുള്ള കൃപ അനുഭവിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നിരിക്കുന്നു, എന്നെ താങ്ങണമേ എന്ന് പറയുക. ലൂക്കോസ് 10:16 കൊച്ചുകുട്ടികളെ ചുമന്ന ദൈവം നിങ്ങളെയും ചുമക്കും. റോമർ 16:20 സമാധാനത്തിൻ്റെ ദൈവമായി നിങ്ങളുടെ കാൽ കീഴിൽ സാത്താനെ തകർക്കും. സദൃശവാക്യങ്ങൾ 16:7 പ്രകാരം നിങ്ങളുടെ ശത്രുക്കളും നിങ്ങളുമായി സമാധാനത്തിലാകാൻ അവിടുന്ന് ഇടയാക്കും. നിങ്ങളുടെ ശത്രുക്കൾക്ക് അവിടുന്ന് ശത്രുവായിരിക്കും. അവർക്ക് നൽകുന്ന ശിക്ഷയിലൂടെ അവർ വന്ന് നിങ്ങളുമായി സമാധാനത്തിലാകാൻ അവിടുന്ന് ഇടയാക്കും. അങ്ങനെയാണ് അബീമേലെക്കിനോട് ചെയ്തത്. ഇസഹാക്ക് കുഴിച്ച ആ കിണറുകളെല്ലാം അവർ മൂടിക്കളഞ്ഞു. നിന്റെ അപ്പൻ കുഴിച്ച കിണറും അവർ മൂടിക്കളഞ്ഞു. അദ്ദേഹം കുഴിച്ച കിണറും അവർ മൂടിക്കളഞ്ഞു. ഇദ്ദേഹം തൻ്റെ പാട്ടിന് കുഴിച്ചുകൊണ്ടേയിരുന്നു. വഴക്കിടാൻ പോയതേയില്ല. പക്ഷേ ഒടുവിൽ അവൻ വന്നു പറഞ്ഞു, നീ വിതയ്ക്കുന്നതെല്ലാം 100 മേനിയായി ലഭിക്കുന്നു, ഞങ്ങൾക്കത് കിട്ടുന്നില്ലല്ലോ. നീ കുഴിക്കുന്ന കിണറുകളിലെല്ലാം വെള്ളം വരുന്നു, ഞങ്ങൾക്കത് കിട്ടുന്നില്ലല്ലോ. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിന്റെ ദൈവം നിന്നോടൊപ്പമുണ്ട്. ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു, എന്നെ നശിപ്പിക്കരുത്. നീ വർദ്ധിച്ച എന്നെ നശിപ്പിക്കരുത്. ദയവായി ഉടമ്പടി ചെയ്യൂ എന്നവൻ പറയുന്നു. അതുപോലെ നിങ്ങൾക്കും സംഭവിക്കും. കർത്താവിൻ്റെ നാമം വഹിക്കുന്ന നമുക്കും അത് സംഭവിക്കും. ധൈര്യമായിരിക്കൂ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അടിച്ചമർത്തും തോറും ഇസ്രായേൽ ജനത വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ സംഭവിക്കും. ധൈര്യമായിരിക്കൂ. സങ്കീർത്തനം 23:5 പ്രകാരം
നിന്റെ ശത്രുക്കളുടെ മുൻപിൽ കർത്താവ് ഒരു വിരുന്നൊരുക്കും. നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. കർത്താവ് നിങ്ങൾക്ക് തീർച്ചയായും സമാധാനവും അഭയവും നൽകും. സംരക്ഷണം നൽകും. അഭയമായിരിക്കും. അഭയമായിരുന്ന് നിങ്ങളെ ഐശ്വര്യമുള്ളവരാക്കും. യേശുപ്പ, അങ്ങയുടെ മക്കൾക്ക് അതുപോലെ ചെയ്യണമേ. പൂർണ്ണമായ ഫലം നൽകണമേ. സഹിച്ച കഷ്ടപ്പാടുകൾ മതി. എല്ലാം സമാധാനമായിരിക്കട്ടെ. സമാധാനത്തിൻ്റെ ആത്മാവ് അവരുടെ കുടുംബത്തിൽ ഇറങ്ങട്ടെ. അഭയമായിരിക്കണേ അപ്പ, അഭയമായിരിക്കണേ. അവർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കട്ടെ. എല്ലാവരും വന്ന് അവരുമായി ഉടമ്പടി ചെയ്യട്ടെ. അങ്ങ് കൂടെയുണ്ടെന്ന് തെളിയിക്കണമേ. പിശാചിനെ തകർക്കുന്ന സമാധാനത്തിൻ്റെ ആത്മാവിനെ നൽകി സാത്താനെ അവരുടെ കാൽക്കീഴിൽ തകർക്കണമേ. സമാധാനമായി കിടന്നുറങ്ങാൻ കൃപ നൽകണമേ. എല്ലാം ആശ്വാസകരമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബെഥസ്ദ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് വരും. കോയമ്പത്തൂരിൽ കാരുണ്യ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം മഹിമയോടെയുണ്ട്. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാവീരന്മാർ കൂടെയുണ്ടാകും. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ദൃശ്യങ്ങൾ, ദർശനവാതിൽ, ധ്യാനമണ്ഡപം, ബെഥസ്ദ കുളം, കുട്ടികൾക്കുള്ള കളിസ്ഥലം എന്നിവയെല്ലാം അവിടെയുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് 2-3 ദിവസം താമസിക്കാം. ഗസ്റ്റ് ഹൗസ് സൗകര്യമുണ്ട്. ഡോർമിറ്ററികളുണ്ട്. അതോടൊപ്പം കാരുണ്യ യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് സന്ദർശിക്കാം. അതിനായി അവിടെ ടൂർ ബസ്സുകൾ ലഭ്യമാണ്. മനോഹരമായ സിരുവാണി, കുച്ചാലം തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ അടുത്തുണ്ട്. അതുകൊണ്ട് അവിടെ വന്ന് അനുഗ്രഹം നേടും. നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. സമാധാനം നൽകും.